ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പ്രത്യേകം ഓരോ ഭാവങ്ങളെയും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ വിലയിരുത്തിയാണ് ഫലം പറയുന്നത്. രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ഭാഗ്യവുമുള്ള ഒരു സമയമാണ്. അതായത് ധനസ്ഥാനത്തിൻ്റെയും 5ാം ഭാവാധിപത്യം കൊണ്ട് പ്രതിഭാസ്ഥാനത്തിൻ്റെയും ആധിപത്യം ഉള്ള വ്യാഴമാണ് ഈ വൃശ്ചികം രാശിക്കാര്. അത് ഭാഗ്യസ്ഥാനത്ത് നിന്ന് ഉച്ചം ചെയ്ത് നിൽക്കുകയാണ് ഏറ്റവും പവറായിട്ട്. ഏതാനും ദിവസങ്ങളിൽ ചില രീതിയിലൊക്കെ കുറച്ച് അനുഭവങ്ങൾ കുറയാം, അതായത് മൗഢ്യമൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ള സമയമാണ്. എന്നിരുന്നാലും വ്യാഴം നൈസർഗിക ശുഭനായതിനാൽ നല്ല ഫലങ്ങളാണ് തരും. അത് ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ചില ദിവസങ്ങളിലെങ്കിലും കഫസംബന്ധമായിട്ടോ പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടോ ഉദരസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ സൂചകം. ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ വളരെ കൃത്യനിഷ്ഠ അത്യാവശ്യമാണ്. ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. അതായത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ മറ്റ് ജോലികൾ ചെയ്യുന്നവർ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു ശ്രേയസ് വർദ്ധിക്കുക. സമൂഹത്തിലായാലും തൊഴിലിടത്തിലായാലും കുടുംബത്തായാലും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതിനും സൂചനയുണ്ട്. സഹോദര സ്ഥാനീയരായിരിക്കുന്നവരും സുഹൃത്തുക്കൾക്കും ഒക്കെ നല്ലതാണ്. അവർ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉള്ള സമയവുമാണ്. പ്രധാനമായിട്ട് കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവം, അവിടെ നല്ല അനുഭവങ്ങൾ വന്നിച്ചേരും. ഗൃഹം പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കോ പുതിയ ഗൃഹം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. എന്നിരുന്നാലും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ നോക്കണം. വാക്കിൻ്റെ സ്ഥാനത്തേക്ക് ചൊവ്വ പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നതിനാൽ അത് രാശ്യാധിപൻ കൂടിയാണ് എങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും ദേഷ്യം അത് വാക്കുകൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവരായാലും സഹോദരങ്ങളായാലും തമ്മിലായാലും മാതാപിതാക്കളോട് മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ ശ്രദ്ധ അനിവാര്യമാണ് അക്കാര്യത്തിൽ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചെയ്യും. അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. അതായത് പ്രതിഭാസ്ഥാനത്ത് ശനി സ്ഥിതി ചെയ്യുന്നതിനാൽ അലസത മൂലം ഇന്നത്തേക്കുള്ളത് നാളെ ആകാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാൻ സൂചനയുള്ളതിനാൽ അക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനും വസ്ത്രങ്ങളും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഈ മാസം യോഗമുണ്ട്. ഏത് തൊഴിൽ ചെയ്യുന്നവരും വളരെ ജാഗ്രത വേണം. തൊഴിൽ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ ഒരു കാര്യവുമില്ലാതെ എത്ര കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്താലും മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും ഇടപാടുകാർക്കും തൃപ്തി വരാതെ അനൈക്യതകൾ ഉണ്ടാകാൻ സൂചനയുണ്ട്. എന്നിരുന്നാലും പൊതുവെ നന്നായിരിക്കും. അധികാരത്തിൻ്റെ ഗ്രഹം തൊഴിൽ സ്ഥാനാധിപൻ അത് ഭാഗ്യസ്ഥാനത്തുള്ളതിനാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും തൊഴിൽ പുരോഗതി വന്നു ചേരുവാനും ഒക്കെ നല്ല യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനും യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു മാസമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.